നേതൃത്വത്തിലുള്ള ടീം ഇവിടെ നിന്ന് വയനാട്ടിലെ പ്രസംഗം കഴിഞ്ഞ് വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു. സംയുക്തമായിട്ട് ആവശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതിന്റെ കാര്യത്തിൽ എന്നാ തീയതി എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ടോ? അല്ല, നമ്മൾ അപേക്ഷ കൊടുത്തല്ലോ. നമ്മൾ അപേക്ഷ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അനുമതി തേടിയിരുന്നു. ഇനി അവിടെ നിന്നുള്ള മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്. ആ മറുപടി എന്നാണ് എന്നുള്ളത് നമുക്കൊരു അറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ ലഭിച്ചാൽ അത് സംബന്ധിച്ചിട്ടുള്ള നമുക്ക് കാണും. അത് കാണണം എന്നുള്ളത് തീരുമാനിച്ചു തന്നെയാണല്ലോ അനുമതി തേടിയത്. അപ്പൊ ആ മറുപടിയോ ഏതെങ്കിലും അറിയിപ്പോ നമുക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും പോയി കാണും. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തോടുള്ള അവഗണന സമീപനം അത് തുടർന്നുള്ള നിരവധി ഘട്ടങ്ങളിൽ ആരോപണം ആക്ഷേപമായിട്ട് ഉയർത്തിയതാണ്. അത് ആരോഗ്യ മേഖലയിലും അത്തരം അവഗണന നിലനിൽക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ മന്ത്രിമാരും MLA-മാരും അതില് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിൽ വന്നിരുന്നു. ജന്തർ മന്ദിറിൽ സമരം നടത്തി. ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ ചരിത്രത്തിൽ നമ്മൾ നടത്തിയതിന്റെ തൊട്ട് പിറകെ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. അപ്പോൾ ഫെഡറൽ സംവിധാനങ്ങളെ, ഫിനാൻഷ്യൽ ഫെഡറലിസത്തെ തകർക്കുന്ന നിലയിലുള്ള സമീപനങ്ങൾ വർത്തമാനകാല ഇന്ത്യയിൽ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2023-24 വർഷത്തെ NHM-ന്റെ ഫണ്ട്, ആ ഫണ്ടിലെ ക്യാഷ് ഗ്രാന്റ് നമുക്ക് ലഭിക്കണം എന്നുള്ളത് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ 6 മാസം മുൻപ് പുതിയ മന്ത്രിസഭ ചുമതലയേറ്റപ്പോഴത്തോ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മറ്റു കാര്യങ്ങളും NHM-ന്റെ ഇതിൽ നിന്നും ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ പോയി നാഷണൽ മിഷനുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന് അർഹമായിട്ടുള്ള, നമുക്ക് അന്ന് ലഭിക്കാതെയിരുന്ന ആ തുക നമുക്ക് ലഭിക്കണം എന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. പാലക്കാട് ജില്ലാ ആശുപത്രി അവിടെ കാർഡിയോളജി ഡോക്ടർമാർ, അതായത് ഒരു കാർഡിയോളജി ഡോക്ടർ മാത്രമാണുള്ളത്. അപ്പം രാവിലെ പുലർച്ചെ മുതൽ ഡോക്ടർമാർ രോഗികൾ ക്യൂ നിൽക്കുന്ന സാഹചര്യം 2 മണി മുതൽ. അപ്പം 2 ഡോക്ടർമാരെ കൂടി നിയമിക്കുന്ന ഒരു ആവശ്യം ഇതുവരെ ആരോഗ്യത്തിന് അറിയിച്ചിട്ട് പരിഗണിച്ചില്ല. അപ്പൊ ആ കാര്യത്തിൽ ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി തുടങ്ങിയത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു പോസ്റ്റാണ് കാർഡിയോളജിസ്റ്റിന്റെ ഉള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്? വർഷങ്ങളായിട്ട് നമുക്ക് ഒരു പോസ്റ്റാണ് ഉള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു ആവശ്യം ഉണ്ടാകുന്നത്? അത്രയും ആളുകൾ പാലക്കാട് ജില്ലാ ആശുപത്രിയെ ആശ്രയിക്കുക. നമുക്കൊരു 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഒരു കാർഡിയോളജിസ്റ്റോ കാർഡിയോളജി വിഭാഗമോ ഉണ്ടായിരുന്നേയില്ല. അപ്പോൾ പാലക്കാട് ഒരു കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിച്ചു. കിഫ്ബിയിലൂടെ കാത്ത് ലാബ് അവിടെ അനുവദിച്ചു. അപ്പോൾ അവിടെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ആളുകളുടെ എണ്ണം നല്ല നിലയിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം അത്രയും കൂടുന്നുണ്ട്. പാലക്കാട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാർഡിയോളജിസ്റ്റിന്റെ തസ്തിക സൃഷ്ടിക്കുന്ന വിഷയം ആരോഗ്യ വകുപ്പ്, ധനവകുപ്പുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഫൈനലായിട്ടുണ്ട്. ഞാൻ സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ തന്നെ അതിന്റെ അന്തിമ അനുമതി ഉണ്ടാവും. ഇന്നലെ ഈ നിരാഹാരിക്കുന്ന ആശുപത്രിയിലെ ഒരാൾ ഇന്നലെ ഗുരുതരായ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം, അപ്പോൾ അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടങ്ങുന്നുണ്ട്. അതിലേക്ക് പോകരുതെന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഞാൻ അവർ നിരാഹാരം തുടങ്ങുന്നതിന്റെ തലേദിവസം തന്നെ ഞാൻ അവരെ വിളിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിലേക്ക് പോകരുത് എന്നുള്ളത് അഭ്യർത്ഥിച്ചിരുന്നു. ആശ സ്കീം ഒരു കേന്ദ്ര സ്കീമാണ്. 2005-2006 തുടങ്ങിയത്. ആശാ സ്കീം തുടങ്ങിയത് അന്ന് ഇൻസെന്റീവ്സ് കേന്ദ്രം പ്രഖ്യാപിച്ചത് അതേ നിലയിൽ തന്നെ തുടരുകയാണ്. അവരുടെ ഗൈഡ് ലൈൻ, വുമൺ വോളണ്ടിയർ എന്നുള്ള ഗൈഡ് ലൈൻ നിലനിൽക്കുന്നു. ആ വുമൺ വോളണ്ടിയർ എന്നുള്ളത് എഴുതിയെടുത്തത് ആ ഗൈഡ് ലൈനിൽ കേന്ദ്രം സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു, സ്റ്റേറ്റ്സ് കനോട്ട് ചേഞ്ച് ദിസ് ഗൈഡ് ലൈൻ. സ്റ്റേറ്റ് ക്യാൻ ചേഞ്ച് അതർ ഗൈഡ് ലൈൻസ് എക്സെപ്റ്റ് ദിസ് വൺ എന്നാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ള നിലപാടും, അതോടൊപ്പം ഇപ്പോ ഓണറേറിയത്തിന്റെ സംബന്ധിച്ച കാര്യത്തിൽ ഓണറേറിയത്തിൽ ഏറ്റവും മികച്ച നിലയിൽ രാജ്യത്ത് നൽകുന്ന സംസ്ഥാനം കേരളമാണ്. അത് നമ്മൾ നൽകിയിട്ടാണ് പറയുന്നത് ഇനിയും ഇൻസെന്റീവ്സ് ഉയർത്തണം. ഇൻസെന്റീവ്സ് ഉയർത്തുമ്പോൾ കേന്ദ്രം മാത്രമല്ലല്ലോ അത് ചെയ്യുന്നത്. കേന്ദ്രം 100 രൂപ കൂട്ടിയാൽ 60 രൂപ കേന്ദ്രവും സംസ്ഥാനം 40 രൂപയുമാണ്. ഇൻസെന്റീവ്സ് കൂട്ടണം, വുമൺ വോളണ്ടിയർ എന്നുള്ളത് മാറ്റണം. ഞാൻ 2 വർഷം മുൻപ് 1.5 വർഷം മുൻപോ ആശമാരിൽ എത്ര പേർ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ 26,125 ആശമാരിൽ 13,000 ആശമാർ ഇൻഷുറൻസിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറോട് പറഞ്ഞു, ഈ 13,000 ആശമാരെയും കാസ്പിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നാഷണൽ ഹെൽത്ത് മിഷന് കൊടുക്കണം, നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു. നാഷണൽ ഹെൽത്ത് അതോറിറ്റിക്ക് 13,000 പേരെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപേക്ഷ കൊടുത്ത് 1.5 വർഷമായി. അവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് അവരുടെ പേര് എൻട്രി ചെയ്യാൻ വേണ്ടി നമുക്കത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവർ ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും
അതിന്റെ പണം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഒരു വർഷം 1600 കോടി രൂപ ഇൻഷുറൻസിൽ നൽകുന്നത് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് ആശുമാരെ ഉൾപ്പെടുത്തണം എന്നുള്ള 1.5 വർഷത്തിലധികമായിട്ടുള്ള സംസ്ഥാനത്തിന്റെ 13,000 ആശുമാരാണ് ഇനി ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളത്. അവരെ ഉൾപ്പെടുത്തണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം അത് പരിഗണിക്കണമെന്നുള്ളതാണ് ഇപ്പോഴും പറയാനുള്ളത്. ശരി, നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന പാലക്കാടത്തെ വിഷയത്തിൽ ഉടൻ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം JP നദ്ദയെ കാണാൻ ശ്രമിക്കും ആശുമാരുടെ വിഷയത്തിൽ എന്നും പറഞ്ഞിരിക്കുന്നു. വയനാട്ടിലാണ് ആരോഗ്യമന്ത്രി സംസാരിച്ചത് മാധ്യമങ്ങളോട്.